നിഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ക്രീസിലാണ് യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിങ്കു കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം 2 ഭാഷയിൽ സ്തോത്രം സൈഡ് ബൈ സൈഡ് ശുശ്രൂഷിക്കാനാണ് ആഗ്രഹിക്കുന്നു. കാരണം വളരെ ആഗ്രഹത്തോടു കൂടി കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ തക്കണം ആണ് ആ പ്രിയ സഹോദരൻ കടന്നു വന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജെയിംസ് ദ ജസ്റ്റ് അല്ലെങ്കിൽ ജെയിംസ് ദ റൈച്ചസ് എന്നുള്ളതായ ഒരു പേര് കൂടി യാക്കോബിനുണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയിൽ വളരെ കർശനമായിട്ട് നിൽക്കുന്ന ഒരു ദൈവദാസനായിരുന്നു യാക്കോബ്. സ്തോത്രം. ഹി വാസ് വെരി സ്ട്രിക്റ്റ് ആസ് ഫാർ ആസ് ദ വേർഡ് ഈസ് കൺസേൺ. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനം ചെറിയ ഒരു ലേഖനമാണ്, 5 അധ്യായം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനമാണെങ്കിലും വളരെ ആഴമായിരിക്കുന്നതായ ദൂതുകൾ, ആലോചനകൾ, നിർദ്ദേശങ്ങളാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പല തരത്തിലുള്ളതായ വ്യക്തികൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ താൻ അഡ്രസ് ചെയ്യുന്നതായ ഓഡിയൻസിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ താൻ കത്തെഴുതുന്നതായ തന്റെ ആ കത്തിന്റെ റെസിപ്പിയൻസിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നവരുണ്ടായിരുന്നു, വിശ്വാസത്തിൽ വീക്ക് ആയിരിക്കുന്നവരുണ്ടായിരുന്നു, ധനികന്മാരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാൻ തക്കണം കഴിയും എന്ന് ചിന്തിച്ചതായ ഒരു കൂട്ടമുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയാൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടായിരുന്നു. സ്തോത്രം. സ്പിരിച്വലി വൈസ് ആയിരിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വേൾഡ്ലി വൈസ് ആയിരിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ജ്ഞാനികളായിരിക്കുന്നതും ലോകപ്രകാരം ജ്ഞാനികളായിരിക്കുന്നതായ കൂട്ടങ്ങൾ. അപ്പൊ 2 സെറ്റ് ഓഫ് പീപ്പിൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വന്തം ആത്മീയരുണ്ടായിരുന്നു, അനാത്മീയരുണ്ടായിരുന്നു. സ്വന്തം സ്വന്തം അങ്ങനെ ഒരു മിക്സ്ഡ് കോൺഗ്രിഗേഷനെയാണ് യഥാർത്ഥത്തിൽ യാക്കോബ് സംബോധന ചെയ്യുന്നത്. യാക്കോബ് की पत्री में याकूब हालेलुया जिनको चिट्ठी लिख रहा है, प्रेज द लॉर्ड, हालेलुया, जिसको खत लिख रहा है, उसमें 2 तरह के लोग पाए जाते हैं करके इस पत्री को पढ़ते समय हम समझ सकते हैं. ऐसे एक झुंड था जो विश्वास में पक्के थे, ऐसा झुंड था जो विश्वास में कमजोर थे. कुछ लोग धनी लोग थे, कुछ लोग गरीब लोग थे, कुछ लोग धार्मिकता विश्वास के द्वारा धार्मिकता पाने के लिए, और कुछ लोग काम के द्वारा वर्क्स के द्वारा धार्मिकता पाने के लिए प्रेज लॉर्ड सोचने वाले लोग थे. कुछ लोग आत्मिक तौर से ज्ञानी थे, कुछ लोग दुनियादारी तौर से ज्ञानी थे. प्रेज लॉर्ड. कुछ लोग आत्मिक लोग थे, कुछ लोग सांसारिक लोग थे. तो इस तरह विभिन्न तरीके के 2 मुख्य विभाग के लोग याकूब का खत पढ़ने वाले थे. प्रेज लॉर्ड. याकूब परमेश्वर के वचन, परमेश्वर के सिखाए हुए वचन, प्रभु यीशु के सिखाए हुए वचन, प्रेज लॉर्ड, उसमें बिल्कुल दृढ़ रहने वाला, मजबूत रहने वाला एक व्यक्ति था करके इस चिट्ठी को पढ़ते समय हम समझेंगे. प्रेज लॉर्ड. 4th അധ്യായ में जब हम पहुंच रहे हैं, 4ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ ഷാർപ്പായിരിക്കുന്നതായ, വളരെ ഹാർഷ് ആയിരിക്കുന്നതായ, സ്ട്രോങ് ആയിരിക്കുന്നതായ ചില പദങ്ങളാണ് യാക്കോബ് തുടർന്നുള്ളതായ അധ്യായത്തിൽ 4ാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലിയ ആത്മീയവും ജഡികവും രണ്ടും ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് ഉള്ളതായ സന്ദേശം 3ാമത്തെ അധ്യായത്തിൽ താൻ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു. സ്തോത്രം. ഒരു ഉറവയിൽ നിന്ന് സ്വന്തം മധുരമായിരിക്കുന്നതും അതേ ഉറവയിൽ നിന്ന് കയ്പുള്ളതായ ജലം പുറപ്പെടുകയില്ല എന്ന് അത് താൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്തുന്നു. സ്തോത്രം. അത്തിവൃക്ഷത്തിൽ നിന്ന് അത്തിഫലമാണ്, മുന്തിരി വൃക്ഷത്തിൽ നിന്ന് മുന്തിരി ഫലമാണ്. സ്തോത്രം. ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒലിവ് തന്നെയാണ് ലഭിക്കുന്നത്, വേറെ ഒരു ഫലം അതിൽ നിന്ന് ലഭിക്കുവാൻ സാധ്യമല്ല എന്ന് വിവിധ നിലകളിൽ 3ാമത്തെ അധ്യായത്തിൽ കാര്യങ്ങളെ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കൾക്ക് ഒരേ സ്വഭാവം, ഒരു സ്വഭാവം, ദിവ്യ സ്വഭാവം, അത് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുവാൻ തക്കണം കഴിയേണ്ടത് എന്ന് നാം ഈ വചനഭാഗം, ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്തോത്രം. 4ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. याकूब की पत्री उसकी 4 अध्याय उसका पहला वचन को पढ़ेंगे.
നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? സ്തോത്രം. വായിക്കാം. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായികൊണ്ട് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. स्तोत्रम. प्रेज़ द लॉर्ड. हालेलुया. याकूब यहूदी लोगों को, परमेश्वर के लोगों को चिट्ठी लिखते समय 4 अध्याय में इस प्रकार कहते हैं, तुम में लड़ाई और झगड़े कहां से आ गए? आत्मिक लोग कहलाते हैं, मसीही लोग कहलाते हैं, लेकिन कलीसिया में किस प्रकार हालेलुया लड़ाई और झगड़े. प्रेज़ द लॉर्ड. लड़ाई जो बोलते हैं मारपीट करते हैं, झगड़े हैं जो बोलचाली से करते हैं, बातचीत के द्वारा लड़ाई करते हैं. प्रेज़ द लॉर्ड. कुछ भी हो, लड़ाई और झगड़े कहां से आगे? क्या उन सुख विलासों में नहीं तो तुम्हारे अंगों में लड़ते झगड़ते हैं. प्रेज़ द लॉर्ड. हालेलुया. മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ വാക്യം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? സ്തോത്രം. അപ്പോൾ നമ്മുടെ ജഡത്തിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. हमारे शरीर के अंदर ही एक झगड़ा, एक मारामारी हो रहा है. प्रेज़ द लॉर्ड. जब तक हम इस शरीर में रहेंगे तब तक इस झगड़ा, इस लड़ाई हालेलुया हमारे शरीर में निरंतर होती रहेगी. जब तक हमारा इस मरणहार शरीर रूपांतर पाते हुए स्वर्गीय शरीर को धारण नहीं करेंगे, तब तक इस शरीर के अंदर हालेलुया लड़ाई झगड़े होंगे. प्रेज़ द लॉर्ड. हालेलुया. आत्मा एक बात कहती है, शरीर दूसरी बात कहती है. प्रेज़ द लॉर्ड. आत्मा कहती है आत्मिक जन होकर रहना, शरीर कहती है दुनियादारी व्यक्ति होकर जीना. प्रेज़ द लॉर्ड. दुनिया के मोह और माया, प्रेज़ द लॉर्ड, और दुनिया के लालसाओं की ओर खींचने वाले शारीरिक अभिलाषा हैं हमारे शरीर के अंदर. हालेलुया. चाहे हम उद्धार पाए हैं, चाहे हम बपतिस्मा लिए हैं और पवित्र आत्मा से भी भरे हुए हैं, फिर भी हमारे शरीर के अंदर लड़ झगड़ने वाली एक शारीरिक अभिलाषा हमेशा हमें आती जाती रहेगी. प्रेज़ द लॉर्ड. उसको काबू में लाना ये हमारा जिम्मेदारी है. प्रेज़ द लॉर्ड. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്ത് പോർ? സ്തോത്രം. ആരോടാണ് പോരടിച്ചത്? ഇന്ന് രാത്രി സമയത്ത് ശരീരത്തിനെതിരായി, സ്തോത്രമല്ല മനസ്സിനെതിരായി, ആത്മ മനുഷ്യനെതിരായി വരുന്നതായ ഓരോ പോരാട്ടങ്ങളെയും ഹല്ലേലൂയ താൻ പോരാടി ജയിച്ചു എന്നാണ് ഹല്ലേലൂയ സ്വന്തം പൗലോസ് തന്റെ സാക്ഷ്യത്തിൽ, അവസാനത്തെ സാക്ഷ്യത്തിൽ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അത് ഓർപ്പിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതു. ആരോടാണ് പൊരുതിയത്? സ്തോത്രം. സിംഹത്തോടാണോ പോരാടിയത്? അമ്മേ സ്തോത്രം. മനുഷ്യരോടാണോ പോരാടിയത്? സ്തോത്രം. അധികാരികളോടാണോ പോരാടിയത്? അല്ല. സ്തോത്രം. തന്റെ ആത്മീയ ജീവിതത്തിൽ തന്നെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്നതായ എല്ലാ ഏജൻസിക്കെതിരായിട്ട് താൻ പൊരുതി. സ്തോത്രമല്ല താൻ ജയിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി സമയത്ത് हमारे आत्मिक जीवन में हमें गिराने के लिए शैतान चाहे कितना भी कोशिश करें, प्रेज़ लॉर्ड, उस झगड़ा में हम आत्मा में भरपूर होकर पवित्र आत्मा के नियंत्रण में हालेलुया अपना जीवन को बिताते हुए हमारे सोच को, हमारे शरीर के इच्छाओं को, हमारे बातचीत को, हमारे जुबान को हम काबू में ले आते हुए हम एक जयवंत जीवन बिताना, यही परमेश्वर हमसे चाहता है. प्रेज़ द लॉर्ड. हमारे रिंगो होटल में काम करते हैं. प्रेज़ द लॉर्ड. कई तरह के लोग आते जाते रहते हैं. प्रेज़ द लॉर्ड. कई तरह के लालसा लाने वाले, उत्पन्न करने वाले विषय उनके सामने आती जाती रहेगी. माँ बाप हालेलुया परिवार यहाँ पर नहीं है, अकेले वो रहते हैं. प्रेज़ द लॉर्ड. हालेलुया. अकेले रहते समय एक जवान इंसान को हमें लुढ़काने के लिए शैतान बिल्कुल कोशिश करेगा. प्रेज़ द लॉर्ड. हालेलुया. लेकिन दिन प्रतिदिन जयवंत होकर जीना है तो पवित्र आत्मा में भरपूर होकर जीवन बिताएगा. पवित्र आत्मा के द्वारा चलाए जाएंगे तो ही जयवंत जीवन हम बिता सकेंगे. प्रेज़ द लॉर्ड. हालेलुया. प्रेरित पौलुस इतना श्रेष्ठ परमेश्वर का दास था. अपोस्तलनाय पौलुस
ഇത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു ദൈവദാസനായിരുന്നു എങ്കിലും ഹല്ലേലൂയ സ്തോത്രം തന്റെ ജഡത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നതായ പോരാട്ടങ്ങളെ കുറിച്ച് താൻ രേഖപ്പെടുത്തുന്നു. സ്തോത്രം. रोमियो की किताब 7 अध्याय में हालेलुया पौलुस इस प्रकार कहते हैं, प्रेज़ लॉर्ड। देखिए पौलुस एक बड़ा प्रेरित था, प्रेज़ लॉर्ड, हमें शक्तिशाली परमेश्वर का दास था, आत्मा में भरपूर होकर हालेलुया परमेश्वर का सेवकाई करने वाले परमेश्वर के दास अपने बारे में क्या कहता है, और किसी के बारे में नहीं, लेकिन प्रेरित पौलुस अपने बारे में क्या कहता है? അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ചെറിയ ചില വാക്കുകൾ മാത്രമാണ് വായിക്കുന്നത്, എല്ലാം വായിക്കുവാൻ സമയം എടുക്കുന്നില്ല. 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. स्तोत्रम 7 अध्याय उसका 23 वचन, 7 अध्याय और उसका 23 वचन में इस प्रकार लिखा है, प्रेज़ लॉर्ड। हम उसको मलयालम में पहले पढ़ेंगे, प्रेज़ लॉर्ड। എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. अभी पौलुस कहता है 7 अध्याय का 23 वचन में पौलुस कहता है, परंतु मुझे अपने अंगों में दूसरे प्रकार की व्यवस्था दिखाई पड़ती है. वो अपने आप के बारे में कहता है. പൗലോസ് തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എനിക്ക് എന്റെ അവയവങ്ങളിൽ വേറെ ഒരു പ്രമാണം കാണുന്നു. സ്തോത്രം. प्रेज़ लॉर्ड, हालेलुया। मैं पढ़ रहा हूं रोमियो की पत्री और उसका 7 अध्याय का 23 वचन। प्रेरित पौलुस कहता है, परंतु मुझे अपने अंगों में दूसरा प्रकार की व्यवस्था दिखाई पड़ती है. हर एक इंसान के अंदर दूसरे प्रकार की एक व्यवस्था दिखाई पड़ेगी. जैसे मैंने कहा, जब तक शरीर के अंदर रहेंगे, जब तक इस मिट्टी के बर्तन में हम रहेंगे, तब तक എന്ന് വരെ നാം ഈ മൺകൂടാരത്തിൽ പാർക്കുമോ അന്ന് വരെ വേറെ ഒരു വ്യവസ്ഥ കൂടി നമ്മുടെ ശരീരത്തിൽ വസിക്കുകയും നമ്മുടെ ആത്മ മനുഷ്യനോട് പോരാടുകയും ചെയ്യും. ആരും സിദ്ധരല്ല, ആരും നീതിമാന്മാരല്ല, ആരും വിശുദ്ധന്മാരല്ല. പ്രസംഗിക്കാൻ ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, ആരും വിശുദ്ധരല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയി. പിന്നെ പോരാട്ടം ഉള്ളതാ? ആമേൻ. സ്വതന്ത്രം. ആരോടാണ്? എന്തിനോടാണ്? സ്വതന്ത്രം. ജഡരക്തങ്ങളോടല്ല, ഒരു വ്യക്തിയല്ല നമ്മുടെ എതിരാളി. हमारा शत्रु कोई इंसान नहीं है. हमारा शत्रु हालेलुया स्वतम योगी नहीं है. हमारा शत्रु ना तो योगी है, ना तो मोदी है, ना तो कोई है. प्रेज़ लॉर्ड. हमारा शत्रु कोई इंसान नहीं है. हमारा शत्रु शैतान है, जो हमारे शरीर के अंदर अभिलाषा पैदा करते हुए परमेश्वर के प्यार से हमें अलग करने की कोशिश करता है. प्रेरित पौलुस कहता है, मसीह के प्यार से हमें कौन अलग कर सकता है? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? സ്തോത്രം. പ്രൈസ് ലോർഡ്. വാഴ്ചകൾക്ക് കഴിയത്തില്ല, അധികാരങ്ങൾക്ക് കഴിയത്തില്ല, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും അതിനെല്ലാം കാൽ കീഴാക്കി സ്വതം വാഴുന്ന ഒരുവന്റെ ആത്മാവാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവനല്ല കർത്താവ് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, പ്രൈസ് ലോർഡ്, അവൻ ഒരു ശിക്ഷാവിധിയും ഇല്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനല്ല ആശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വചനങ്ങളാണ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി സമയത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജഡത്തിൽ പാർക്കുന്നതായ, നമ്മുടെ ജഡത്തിൽ ഉള്ളതായ മറ്റൊരു വ്യവസ്ഥയെ കുറിച്ച് നാം ഗ്രഹിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. हमारे शरीर के अंदर बसने वाली दूसरा जो व्यवस्था है, जो शारीरिक व्यवस्था है, जो पाप का व्यवस्था है, उसके बारे में हम जानकार होना चाहिए. प्रेज़ लॉर्ड. क्योंकि जब हम नहीं सोचते, उसी समय शैतान हमें गिराने की कोशिश करेगा. प्रेज़ लॉर्ड. हालेलुया. हमें परमेश्वर यहोवा यूसुफ के साथ था. यूसुफ पोतीफर के घर में था. परमेश्वर यहोवा यूसुफ के साथ था और जो कुछ काम वो किया उसमें वो आशीषित हुआ. लेकिन पोतीफर के घर के अंदर अमेन एक शैतान की बच्चा अमेन वहां थी. स्तोत्रम. मौका देखकर बैठी थी. प्रेज़ लॉर्ड. यूसुफ को अपने परमेश्वर के योजना से कैसे उसको अलग करें. आज रात के समय मुझे वचन सुनने वाले रिंकू, प्रेज़ लॉर्ड, हालेलुया, सजीबाई, मनु ब्रदर, प्रेज़ लॉर्ड, जोएल और सारे लोग अमेन आज रात के समय हमें गिराने के लिए, हमें फंसाने के लिए, हमें उलझाने के लिए
हमें प्रेज़ द लॉर्ड, हमें नाश करने के लिए, हमारे मसीही प्यार को चुराने के लिए शैतान चोर के समान हमें हालेलुया जब बाढ़ जोकर बैठा है, आत्मा में भरपूर होकर शैतान के सारे ताकतों को तोड़ते हुए हमें हालेलुया सुबह, दोपहर और रात को परमेश्वर से दोहाई करते हुए, हे प्रभु, मेरे शरीर के अंदर जो लालसा है, मेरे शरीर के अंदर जो पाप की व्यवस्था है, जब मेरे शरीर के अंदर बसने वाले वो पाप की स्वभाव है, उसको प्रभु जी तोड़ते हुए, कुचलते हुए, मारते हुए, दबाते हुए, नाश करते हुए जयवंत जीवन बिताने के लिए मुझे सहायता कर। हम दिन प्रतिदिन प्रार्थना करेंगे। प्रेज़ द लॉर्ड। आज शायद हमने अच्छा जीवन बिताया होगा, लेकिन कल क्या मसीह में हम रहेंगे मालूम नहीं, लेकिन दुआ करते रहें, परमेश्वर की कृपा हमारे लिए काफी है। प्रेज़ द लॉर्ड, हालेलुया। तो प्रेरित पौलुस റോമിയോ की പത്രി 7 അധ്യായം അപ്പോസ്തലനായ പത്രോസ് 7 അധ്യായം 23 വാക്യത്തിൽ പറയുന്നു, എന്റെ ശരീരത്തിന്റെ അകത്ത് വേറെ ആരുമല്ല, തന്റെ ഓൺ ശരീരത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ ശരീരത്തിന്റെ അകത്ത് വേറെ ഒരു വ്യവസ്ഥയുണ്ട്, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം, मेरे बुद्धि के साथ में, मेरे मन के साथ में, मेरे इंटेलेक्ट के साथ में युद्ध करने वाले, लड़ाई करने वाले दूसरी एक व्यवस्था है। प्रेज़ द लॉर्ड, हालेलुया। दूसरों के विरुद्ध बैर लाने वाले, दूसरों के विरुद्ध विद्वेष लाने वाले, दूसरे के बारे में गलत बोलने वाले, दूसरे के बारे में हालेलुया गलत काम करने वाले, ये सारे बात हालेलुया हमारे अंदर पाप का एक व्यवस्था है। प्रेज़ द लॉर्ड। उसको हम बिल्कुल जानते हुए जागृत होना बिल्कुल जरूरी है। आज अपने अच्छा जीवन बिताया, पवित्र जीवन बिताया, हे प्रभु कल भी जयवंत जीवन बिताने के लिए मुझे सहायता कर, ये हम परमेश्वर से दुआ करते रहे। प्रेज़ द लॉर्ड। വായിക്കാം, മലയാളത്തിൽ വായിക്കാം. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിൽ അത് എന്റെ അവയവങ്ങളിൽ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയും. പാപപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു? എന്നെ ബദ്ധനാക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ പ്രമാണമുണ്ട്. സ്തോത്രം. ആ പാപത്തിന്റെ പ്രമാണത്തിൽ അതെന്ത് ചെയ്യുന്നു? എന്നെ ബദ്ധനാക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ സ്വതം ഉണ്ട്. സ്തോത്രം. The spirit of the Lord is upon me. സ്തോത്രം. അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചന ശബ്ദം അവനല്ലേ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അവനെ പ്രകാശിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകനിൽ കൂടി അത് പ്രവചിച്ചറിയിച്ചതായ ഒരു ദൂതാണ്. സ്തോത്രം. യെശയ്യാ नबी के द्वारा 61 अध्याय में पहला वचन से लेकर हम पढ़ते हैं. യെശയ്യാ नबी की किताब उसका 61 अध्याय पहला दूसरा वचन में प्रभु यीशु मसीह के बारे में एक भविष्यवाणी को हम देखते हैं. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചന ശബ്ദം യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. എന്താണ് ആ പ്രവചന ശബ്ദം? നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കാ की इंजील में उसको लिखा है 4 अध्याय और उसका 18 वचन. സ്തോത്രം. വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. അപ്പോൾ ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുവാനായിട്ട് നമ്മെ ബദ്ധനാക്കി തീർക്കുവാൻ തുടങ്ങണം. ജഡത്തിന്റെ ഒരു പ്രമാണം നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വാഴുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വതം പൊങ്ങി വരുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മെ ബദ്ധനാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രി സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ഭാഗ്യം എന്താണെന്നറിയോ? ആ അടിമത്വത്തിൽ നിന്നുള്ളതായ മോചനമാണ്. സ്തോത്രം. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, എന്നെ ബദ്ധനാക്കുവാൻ തക്കണം ഒരു പ്രമാണമുണ്ട്. എന്നെ ബദ്ധനാക്കുവാൻ തക്കണം പാപത്തിന്റെ ഒരു പ്രമാണമുണ്ട്. സ്തോത്രം. ഞാൻ रिंकू के लिए मैं पढ़ रहा हूँ यशायाह नबी की किताब उसका 61 अध्याय से पढ़ रहा हूँ. प्रभु यहोवा का आत्मा मुझ पर है, क्योंकि यहोवा ने सुसमाचार सुनाने के लिए मुझे अभिषेक किया है और मुझे इसलिए भेजा है कि मैं खेदित मन वालों को शांति दूं, कि बंधुओं को के लिए स्वतंत्रता का और कैदियों के लिए छुटकारा का प्रचार करूं. स्तोत्र. प्रेज़ द लॉर्ड. हालेलुया. आमीन. हालेलुया. तो प्रभु यीशु मसीह को परमेश्वर ने भेजने का कारण यहाँ पर लिखा है.
मकसद यहाँ पर देखते हैं कि बंधुओं के लिए स्वतंत्रता और कैदियों के लिए छुटकारा। हम तो दुनिया में रहते हैं, जेल खाना में तो है नहीं, बाहर रहते हैं, अपने हमारे घर में रहते हैं या हमारे कैंप में रहते हैं, कहां पर भी रहते हैं। लेकिन कई बार हमारे बिल्कुल सुंदर घर, अच्छा घर में भी हम कैदी होकर जीते, नौकरी के स्थान में हम कैदी होकर जीते हैं। प्रेज़ द लॉर्ड। लेकिन प्रभु यीशु की आत्मा जो उसने हमारे अंदर उंडेल दिया है, इस कैदी की अवस्था से हमें छुड़ाने के लिए, സ്തോത്രം, നമ്മെ അടിമത്തത്തിൽ ആക്കുവാൻ തക്കണം ശത്രു പോരാടുമ്പോൾ അവൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അടിമത്തത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാനായിട്ടാണ് അഭിഷേകം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ പകർന്നത്. അതേ അഭിഷേകത്താലാണ് അല്ലേ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും അടിമത്തത്തിൽ കൊണ്ടുപോകാൻ തക്കണം ശ്രമിക്കുന്നതായ പൈശാചിക ശക്തികളെ ജയിക്കേണ്ടത് ഹല്ലേലൂയ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ളതായ പാപത്തിന്റെ വ്യവസ്ഥ പൊങ്ങി വന്നിട്ട് നമ്മെ അധീനതയിലാക്കുവാൻ തക്കണം, അടിമത്തത്തിൽ കൊണ്ടുപോകാൻ തക്കണം, പാപത്തിന്റെ പിശാചിന്റെ അടിമയാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒതുക്കി ജയിക്കുവാൻ സ്തോത്രം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് പിന്നെയും പൗലോസിന്റെ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. कोरिन्थियों का पहला पत्री उसका 9 अध्याय और उसका 27 वचन को हम पढ़ेंगे. 9 अध्याय की 27 वचन. प्रेज़ द लॉर्ड. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊലകാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. प्रेज़ द लॉर्ड. लेकिन हिंदी में बहुत बहुत मनोहर रीति में लिखा है, बहुत श्रेष्ठ रीति में, सुंदर रीति में लिखा है. प्रेज़ द लॉर्ड. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യമാണ്. അനേക പ്രാവശ്യം ഞാൻ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ വചനം ഉദ്ധരിച്ചിട്ടുണ്ട്. परंतु मैं अपने देह को मारता कूटता और वश में लाता हूं. प्रेज़ द लॉर्ड. स्तोत्र. मैं अपने देह को, अपने शरीर को क्या करता हूं? मारता भी हूं, कूटता भी हूं और वश में लाता हूं. यही है मसीही जीवन. मसीही जीवन में जयवंत जीवन यह है. ആത്മീയ ജീവിതത്തിൽ ജയ ജീവിതം ഇതാണ്. നമ്മുടെ ശരീരത്തെ മാർना भी चाहिए, കൂട്ടना भी चाहिए और वश में भी लाना चाहिए. തമിഴ് ഭാഷയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ജോയൽ, തമിഴ് ബൈബിൾ ഉണ്ടോ? 1 Corinthians chapter 9 verse 27 ഒന്ന് വായിച്ചേ. மற்றவர்களுக்கு பிரசங்கம் பண்ணுகிற நான் தானே ஆகாதவனாய் போகாதபடிக்கு என் சரீரத்தை ஒடுக்கி கீழ்ப்படுத்துகிறேன். ഒടുക്കി കീഴ്പ്പെടുത്തുകയും ചെയ്തു. ശരീരത്തെ ഒടുക്കണം, ശരീരത്തെ ഒടിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ശരീർ കോ മാർന കൂട്ടന, ബ്യൂട്ടിഫുൾ വേർഡ് ആണ്. മാർന भी चाहिए, കൂട്ടന भी चाहिए. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അടിക്കുകയും ചെയ്യണം, ഇടിക്കുകയും ചെയ്യണം. स्तोत्र. मारना और कूटना का मीनिंग क्या है? मारना मतलब मारना. प्रेज़ द लॉर्ड. और मारना ये है और कूटना ये है. समझ में आया? तो जब शारीरिक अभिलाषा ऊपर आ जाती है, ജഡത്തിന്റെ മോഹം ഉയർന്നു വരുമ്പോൾ ശരീരത്തെ എന്ത് ചെയ്യണം? അടിക്കുകയും ചെയ്യണം, ഇടിക്കുകയും ചെയ്യണം. ഇടിക്കുകയും ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യണം? അധീനതയിലാക്കണം. വശ് में लाना है. 3 काम. ये 3 काम करने वाला, चाहे प्रचारक हो, विश्वासी हो, कोई भी हो, मसीह परमेश्वर का बेटा हो, ये 3 काम करेगा तो दिन प्रतिदिन जयवंत जीवन बिता सकेगा. मसीह जीवन, परमेश्वर हर चोर डकैत को स्वर्ग में ले जाने के लिए नहीं आएगा. हर एक पापी को परमेश्वर स्वर्ग में ले जाने के लिए नहीं आएगा. एक भी पापी जाएगा नहीं. फिर किसको ले जाने का आएगा? परमेश्वर. परमेश्वर किसको ले जाने के लिए आएगा? परमेश्वर अपने शारीरिक अभिलाषाओं को कूटते हुए, मारते हुए, वश में लाने वाले लोगों को ले जाने के लिए आएगा. क्या हम तैयार हैं? स्तोत्र. യാക്കോബ് ഈ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ശണ്ടയും ഈ വഴക്കും വരുന്നത്?
നിങ്ങളുടെ ജഡത്തിന്റെ അകത്ത് പോരാടുന്നതായ ഒരു പോരാട്ടമല്ലേ ഇത്? സ്തോത്രം. നിങ്ങൾ ചിലപ്പോൾ വായ് കൊണ്ട് ചിലപ്പോൾ പറയും, അല്ല ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ പറയും, ചിലപ്പോൾ കൈകാലുകൊണ്ട് ചില കാര്യങ്ങളൊക്കെയും പറയും. സ്തോത്രം. ഏതായാലും ഈ ദിവസങ്ങളിൽ സഭാ ഹാളുകളിൽ ആരാധന ഇല്ലാത്തത് കൊണ്ട് അടി ഇടി ഏതായാലും സ്വന്തം ഇപ്പോൾ കാണാനില്ല. എന്നാൽ വാക്കുപോരുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി സമയത്ത് നമ്മുടെ ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായ വികാരങ്ങൾ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികളെ ഒക്കെയും അധീനതയിലാക്കുന്നവനെ കൊണ്ടുപോകുവാനാണ് കർത്താവ് മേഘങ്ങളിൽ വരുന്നത്. സ്തോത്രം. അല്ലാതെ നന്നായി പ്രസംഗിച്ചവെന്നോ, നന്നായി തിരുവത്താഴം നടത്തിയത് കൊണ്ടോ, നന്നായി സ്നാനപ്പെടുത്തിയത് കൊണ്ടോ സ്വന്തം ഒന്നും കാര്യം നേടാനില്ല. സ്തോത്രം. ഇന്ന് രാത്രി ജയിക്കുന്നവരാണ് ആരാണ്? ജയിക്കുന്നവൻ തന്റെ ശരീരത്തെ അധീനതയിൽ വരുത്തുന്നവനാണ് ജയിക്കുന്നവൻ. അവനാണ് ജയാളി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് തന്നെ തന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. आमीन. याकूब की पत्री और उसका पहला अध्याय और उसका 26 वचन में और याकूब खुद इस प्रकार लिखते हैं, हम उसको पढ़ेंगे। याकूब की पत्री और उसका पहली अध्याय और उसका 26 वचन हमने पढ़ा है पहले, इस वचन से सीखे भी है। वाइके നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന് 26 वचन में इस प्रकार लिखा है, यदि कोई अपने आप को भक्त समझे और अपने जीभ को लगाम ना दे, प्रेज़ द लॉर्ड, हालेलुया, तो जीभ को लगाम देना चाहिए। हम उस बात को आगे के कुछ 10 मिनट के अंदर मैं उस बातों को आपको वचन के अंदर से बताते हुए मैं समाप्त करना चाहता हूं। प्रेज़ द लॉर्ड, हालेलुया, आमीन। प्रेज़ द लॉर्ड। पहली बात हमने पढ़ा कुरिन्थियों की पहली पत्री और उसका 9 अध्याय 27 वचन में, उसको अब वापस नहीं जाएंगे, उसमें आगे बढ़ेंगे। प्रेज़ द लॉर्ड। क्या कहते हैं? मैं अपने शरीर को मारता हूं, कूटता हूं और काबू में रखता हूं। प्रेज़ द लॉर्ड। मसीह जीवन में जयवंत जीवन बिताना है। सुबह से लेकर शाम तक प्रार्थना करने से कोई मतलब नहीं है। 7 दिन, 14 दिन, 21 दिन, 40 दिन उपवास करने से कोई मतलब नहीं है। अगर हमारे हृदय के अंदर पाप है तो हमारे प्रार्थना को परमेश्वर नहीं सुनेगा। अगर हमारे हृदय के अंदर पाप छिपा कर रखे तो परमेश्वर हमारे प्रार्थना को नहीं सुनेगा करके दाऊद अपने भजन संगीता में लिखता है। प्रेज़ द लॉर्ड। बोलने का मतलब ये था, कितना भी उपवास करे, कितना भी प्रार्थना करे, कितना भी दुआ करे, अगर हमारे हृदय साफ नहीं है तो कोई मतलब नहीं है। वो हमारे प्रार्थना करने के वो छत के ऊपर जाएगा नहीं, छत के अंदर 4 दीवारों के अंदर घूमता रहेगा वो प्रार्थना। लेकिन स्वर्ग तक प्रार्थना अगर सुनना है, जाना है, तो और कुछ नहीं है, ब्रश नहीं किया कोई बात नहीं, दांत साफ नहीं किया कोई बात नहीं, शेव नहीं किया कोई बात नहीं, मूछ निकाला नहीं कोई बात नहीं। प्रेज़ द लॉर्ड, हालेलुया। ये हृदय जो है वो साफ है तो हमारे छत के उस पार मेघों को चीरते हुए 7वें आसमान के उस पार परमेश्वर हमारे दुआई पहुंच सकता है। प्रेज़ द लॉर्ड, हालेलुया। तो शारीरिक तौर से क्लीनिंग करने से कोई मतलब नहीं है, हृदय के अंदर क्लीनिंग होना चाहिए। किस किस बातों में क्लीनिंग करना है हम लोग अभी आगे आपको कुछ बातों को बताएंगे। प्रेज़ द लॉर्ड। अय्यूब की किताब और उसकी 31 अध्याय, अय्यूब की किताब 31 अध्याय का पहला वचन, मैंने अपने आंख से क्या कर दिया? हम कई बार गिरते कहां पर है? सुंदर वस्त्र देखते समय गिरते हैं, सुंदर लड़की को देखते समय गिरते हैं। अभी यहाँ पर तो ऑनलाइन प्लेटफॉर्म में जो है वो लोग तो ऐसा नहीं करते, लेकिन दुनियादारी लोगों की बात करता हूँ, दूसरे कलीसिया में जाने वाले लोगों की बात करता हूँ। प्रेज़ द लॉर्ड। अय्यूब ने एक निर्णय लिया, उसका पहला वचन में इस प्रकार लिखा है, मैंने अपने आंखों के विषय में वाचा बांधी है। प्रेज़ द लॉर्ड, हालेलुया। आंखों के साथ में एक नियम किया। हम सारे लोग अपने आंखों से एक नियम करना चाहिए। प्रेज़ द लॉर्ड। कुछ महीनों पहले गांधी जी का 3 बंदर के बारे में बताया। गांधी जी के पास, गांधी आश्रम में आप अगर जाओगे तो गांधी के आश्रम में 3 बंदर की मूर्तियां को रखा है। एक बंदर आंख को बंद करके रखा है, दूसरा बंदर कान को बंद रखा है,
और तीसरा बंदर मुंह को बंद रखा है। ये 3 बंदर का मूर्तियां गांधी जी के आश्रम में हमेशा रहता था। ഗാന്ധിജിയുടെ ആശ്രമത്തിന്റെ അകത്ത് 3 കുരങ്ങിന്റെ മൂർത്തി ഉണ്ടായിരുന്നു, വിഗ്രഹം ഉണ്ടായിരുന്നു. ആ 3 ചെറിയ കുട്ടിക്കുരങ്ങളുടെ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മൂർത്തി ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ മൂർത്തി 3 കുരങ്ങളെ ഒരുമിച്ചാണ് ഇരുത്തിയിരിക്കുന്നത്. ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഇരുത്തിയിരിക്കുന്നത്. കണ്ണടച്ചോണ്ടിരിക്കുന്ന ഒരു കുരങ്ങ്, മറ്റേ കുരങ്ങ് ചെവി അടച്ചോണ്ടിരിക്കുന്ന കുരങ്ങ്, മൂന്നാമത്തെ കുരങ്ങ് വാ അടച്ചോണ്ടിരിക്കുന്ന കുരങ്ങ്. അതിൽ കൂടി എന്താ സന്ദേശം ഗാന്ധിജി അറിയിച്ചത്? मैं बुराई नहीं देखूंगा, मैं बुराई नहीं सुनूंगा, मैं बुराई नहीं बोलूंगा. एक दुनियादारी महात्मा ने इस प्रकार कहा. गांधी जी को बाइबल पढ़ते थे, बाइबल में बहुत विश्वास भी थे. उधार नहीं पाया वो अलग बात है, लेकिन बाइबल पढ़ने वाले इंसान थे और प्रभु यीशु मसीह के बहुत सारे सिद्धांतों को, सिखावट को उन्होंने अपने जीवन में अपनाया भी था. इसी प्रकार अय्यूब कहता, मैं अपने आंखों से एक नियम करता हूं, मैं अपने आंखों से गलती नहीं करूंगा, बुराई नहीं देखूंगा, बुरी बात को नहीं देखूंगा. आज तो बहुत आसान है ना, अपने फोन के अंदर तो हम सब कुछ देख सकते हैं. कौन जानता है, कौन देखता है? प्रेज द लॉर्ड. किसको मालूम? प्रेज द लॉर्ड. लेकिन एक बात देखना कि अग्निज्वाला के समान आंख वाला परमेश्वर हमें देखता है. प्रेज द लॉर्ड. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഒരു നിയമം ചെയ്തു. അപ്പോൾ നമ്മുടെ ശരീരത്തെ അടിമയാക്കുവാൻ തൊക്കണം ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം. സ്തോത്രം. നമ്മുടെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം. കർത്താവേ, വേണ്ടാത്തത് ഞാൻ കാണത്തില്ല, മറ്റുള്ളവരുടെ വീഴ്ച ഞാൻ കാണത്തില്ല. ഈ കണ്ണുകൊണ്ട് ചിലപ്പോൾ കണ്ണുകൊണ്ട് നമുക്ക് മോഹം ഉളവാകും. മോഹം. അയൽവക്കക്കാരൻ വെച്ചിരിക്കുന്ന വീട് മനോഹരമായ വീടാണ്. എനിക്ക് ആസ്തിയില്ലെങ്കിലും ബാങ്കിൽ പോയിട്ട് കടം മേടിച്ചിട്ട് ആ വീടിനെക്കാട്ടും അല്പം കൂടി ഡിഗ്രി കൂടുതലുള്ളതായ ഒരു വീട്, അവന് ഒരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ 2 കാർ പോർച്ച്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവന് 2 മുറിയുള്ള വീടാണെങ്കിൽ നമുക്ക് 4 മുറിയുടെ വീടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന് 2 ടോയ്ലറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് 4 ടോയ്ലറ്റ് വേണോ വേണ്ടായോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ കിടന്ന് ഉറങ്ങാനാണ്? ഈ കൺമോഹം നമ്മളെ എവിടൊക്കെ കൊണ്ട് എത്തിക്കുന്നതാണെന്ന് അറിയാമോ? സ്തോത്രം. നല്ലൊരു സാരി, ഇപ്പം പിന്നെ സഭാ ആരാധന ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ ഉടനെ സഹോദരിമാരുടെ തമ്മിലുള്ളതായ ഈ ചൂരിദാര എവിടുന്നാ കിട്ടിയത്, ഈ ചൂരിദാര എവിടുന്നാ മേടിച്ചത്, നല്ല നിറമാണല്ലോ, നല്ല. ഇനിയും വൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കും, സിസ്റ്ററിന് വേറെ കളറുള്ള ഡ്രസ് ഒന്നും ഇല്ലേ ഈ വെളുത്ത ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും കവച്ചതായ ഒരു ചൂരിദാർ മേടിക്കണം, അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്ന വേറെ ഒരു സാരി മേടിക്കണം. ഇതെല്ലാം കൺമോഹം. ഉള്ളതിൽ തൃപ്തിപ്പെടണമെങ്കിൽ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം. എനിക്കുള്ളത് മതി. സ്തോത്രം. നമ്മൾ പാടാൻ പറ്റും, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണമേ. പക്ഷെ കണ്ണുകൊണ്ട് നിയമം ചെയ്തില്ല എങ്കിലില്ലേ, ഈ പാട്ട് അവിടെ കിടക്കും, ജീവിതം വേറെ എടുത്തു. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതം വെറും ഒരു പാട്ടയായി തീരാതെ, സ്തോത്രം, നല്ല പാട്ടായി തീരുവാൻ അങ്ങനെ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തെ അധീനതയിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതാണ് യാക്കോബിന്റെ ലേഖനത്തിലുള്ളതായ സന്ദേശം. ഇനി 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. സമയം ഇവിടെ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. അടുത്ത ആഴ്ചയിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് വായിക്കാം. എവിടൊക്കെയും എന്തൊക്കെയും അധീനതയിൽ വരുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ജയജീവിതം നയിക്കുവാൻ തക്കണം. അല്ലെങ്കിൽ ഈ പാട്ടും ഈ പ്രസംഗവും ഈ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരു കാര്യമില്ല. हमारे जीवन को किन किन बातों में काबू में ले आना है, उसके बारे में अगले सप्ताह हमें परमेश्वर की मर्जी है तो हम मिलेंगे, हम सीखेंगे. परमेश्वर आप सारे लोगों को आशीष करे, अनुग्रह दे. जयवंत जीवन बिताने के लिए परमेश्वर आप सारे लोगों को सहायता करें. हे परमेश्वर के लोग, जैसे मैंने कहा, अच्छा युद्ध लड़ना, नल्ल पोर पोरिडनम, अच्छा युद्ध लड़ना. हमारे शत्रु कोई इंसान नहीं है. हमारा शत्रु हमारे गिराने वाले, पाप उत्पन्न करने वाले शैतान है. मसीह के प्यार से अलग करने के लिए, मसीह के योजना से, हालेलुया, हमें अलग करने वाले सारे शैतानी ताकतों को के ऊपर जय लेते हुए
आगे भी जीवन बिताने के लिए परमेश्वर हमें सहायता करे। आप सारे लोगों को परमेश्वर के नाम में मैं सलाम करता हूँ, हमें हालेलुया धन्यवाद देता हूँ. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ കൂടാം. കർത്താവ് എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.